സിറ്റുവേഷണൽ കേമഡിയുടെ അയ്യരുകളിയാണ് ചിത്രം. അളിയന്മാരായി പൃഥ്വിരാജും ബേസിലും തകർത്തപ്പയാൽ ചിരിപ്പൂരം തീർക്കുകയാണ് ഗുരുവായൂരമ്പല നടയിൽ. മാസ് ആക്ഷൻ, റയാം കെയാം, മിസ്റ്ററി ത്രില്ലർ, സർവൈവൽ ത്രില്ലർ എന്നിങ്ങനെ വിവിധ ഴയാണലുള്ള ചിത്രങ്ങളാണ് അടുത്തുകാലത്തായി മലയാളത്തിൽ വിജയം നേടിക്കാണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു വിഭാഗം പ്രേക്ഷകരെങ്കിലും മിസ് ചെയ്തത് ആദ്യാവസാനം ചിരിപ്പിക്കുന്ന ഒരു ക്ലീൻ എന്റർടൈനർ ആയിരുന്നു. ആ ദൗത്യം ഭംഗിയായി നിറവേറ്റുകയാണ് ജെ 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 ജെഹയ്ക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂരമ്പല നടയിൽ. ബേസിലിനെയൊപ്പം പൃഥ്വിരാജ് കൂടി ചേരുമ്പയാൾ ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ചിരിപ്പിച്ചുകയാണ്ട് കാട്ടിക്കേറുകയാണ് ചിത്രം. ഗുരുവായൂരമ്പല നടയിലിന്റെ പ്രമേയാഷൻ അഭിമുഖങ്ങളിൽ നമ്മൾ കണ്ട പൃഥ്വി, ബേസിൽ വൈബ് ചിത്രത്തിലും കാണാനാവും. ബേസിൽ അവതരിപ്പിക്കുന്ന വിനു രാമചന്ദ്രന്റെ കല്യാണമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേഹം. ഗൾഫിൽ നിന്നും കല്യാണത്തിനായി നാട്ടിലേക്ക് എത്തുകയാണ് വിനു. കല്യാണ ഒരുക്കങ്ങളിലൂടെയും ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളിലൂടെയുമാണ് സിനിമ മുന്നേറുന്നത്. വിനുവിന്റെ അളിയൻ ആനന്ദായാണ് പൃഥ്വിരാജ് എത്തുന്നത്. അളിയന്മാരായ വിനുവും ആനന്ദും തമ്മിലുള്ള സ്നേഹമാണ് സിനിമയുടെ കേന്ദ്രബിന്ദു. ഇങ്ങനെയുണ്ടേയ ഒരു അളിയൻ സ്നേഹമെന്ന് ആരുമേ അന്ന് മൂക്കത്ത് വിരൽ വച്ചു പെയ്യാവുന്നത്ര കട്ട സ്നേഹം. എന്നാൽ ആ അളിയന്മാർക്കിടയിൽ അപ്രതീക്ഷിതമായി ചില പ്രശ്നങ്ങളുണ്ടാവുന്നു. അതേയാടെ കാര്യങ്ങൾ മാത്തം കുഴഞ്ഞുമറിയുകയാണ്. മാസ് ആക്ഷൻ, റയാം കെയാം, മിസ്റ്ററി ത്രില്ലർ, സർവൈവൽ ത്രില്ലർ എന്നിങ്ങനെ വിവിധ ഴയാണലുള്ള ചിത്രങ്ങളാണ് അടുത്തുകാലത്തായി മലയാളത്തിൽ വിജയം നേടിക്കാണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു വിഭാഗം പ്രേക്ഷകരെങ്കിലും മിസ് ചെയ്തത് ആദ്യാവസാനം ചിരിപ്പിക്കുന്ന ഒരു ക്ലീൻ എന്റർടൈനർ ആയിരുന്നു. ആ ദൗത്യം ഭംഗിയായി നിറവേറ്റുകയാണ് ജെ 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 ജെഹയ്ക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂരമ്പല നടയിൽ. ബേസിലിനെയൊപ്പം പൃഥ്വിരാജ് കൂടി ചേരുമ്പയാൾ ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ചിരിപ്പിച്ചുകയാണ്ട് കാട്ടിക്കേറുകയാണ് ചിത്രം. ഗുരുവായൂരമ്പല നടയിലിന്റെ പ്രമേയാഷൻ അഭിമുഖങ്ങളിൽ നമ്മൾ കണ്ട പൃഥ്വി, ബേസിൽ വൈബ് ചിത്രത്തിലും കാണാനാവും. ബേസിൽ അവതരിപ്പിക്കുന്ന വിനു രാമചന്ദ്രന്റെ കല്യാണമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേഹം. ഗൾഫിൽ നിന്നും കല്യാണത്തിനായി നാട്ടിലേക്ക് എത്തുകയാണ് വിനു. കല്യാണ ഒരുക്കങ്ങളിലൂടെയും ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളിലൂടെയുമാണ് സിനിമ മുന്നേറുന്നത്. വിനുവിന്റെ അളിയൻ ആനന്ദായാണ് പൃഥ്വിരാജ് എത്തുന്നത്. അളിയന്മാരായ വിനുവും ആനന്ദും തമ്മിലുള്ള സ്നേഹമാണ് സിനിമയുടെ കേന്ദ്രബിന്ദു. ഇങ്ങനെയുണ്ടേയ ഒരു അളിയൻ സ്നേഹമെന്ന് ആരുമേ അന്ന് മൂക്കത്ത് വിരൽ വച്ചു പെയ്യാവുന്നത്ര കട്ട സ്നേഹം. എന്നാൽ ആ അളിയന്മാർക്കിടയിൽ അപ്രതീക്ഷിതമായി ചില പ്രശ്നങ്ങളുണ്ടാവുന്നു. അതേയാടെ കാര്യങ്ങൾ മാത്തം കുഴഞ്ഞുമറിയുകയാണ്. സിറ്റുവേഷണൽ കേമഡിയുടെ അയ്യരുകളിയാണ് ചിത്രം നിറയെ. പേതുവയ അഭിനയത്തിൽ മസിലുപിടുത്തമുള്ള നടൻ എന്നയാറ് ചീത്തപ്പേര് പൃഥ്വിക്കുണ്ട്. അതിനാൽ തന്നെ പൃഥ്വിക്ക് കേമഡി വഴങ്ങുമയാ എന്ന രീതിയിലുള്ള ആശങ്കകളും ചിത്രത്തിന്റെ ടീസറും ട്രെയിലറുമയൊക്കെ പുറത്തുവന്നപ്പയാൾ പ്രേക്ഷകർ പങ്കുവച്ചിരുന്നു. എന്നാൽ ബേസിലിനെയൊപ്പത്തിനെയൊപ്പം നിന്ന് വളരെ രസകരമായും കൺവീൻസിംഗായും തന്നെ പൃഥ്വി പെർഫോം ചെയ്തിട്ടുണ്ട്. അനശ്വര രാജൻ, നിഖില വിമൽ, ജഗദീഷ്, രേഖ, യോഗി ബാബു, കെ ബി കുഞ്ഞികൃഷ്ണൻ, ബൈജു സന്ദയാഷ്, ഇർഷാദ്, സിജു സണ്ണി, സഫ്വാൻ തുടങ്ങി ചിത്രത്തിലെ അഭിനേതാക്കളെല്ലാം ഈ ഫൺറൈഡിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അച്ഛൻ, മക്കൾ, അമ്മ, മക്കൾ, ചേട്ടൻ, സഹയാദരി, ഭർത്താവ്, ഭാര്യ എന്നിങ്ങനെയുള്ള സിനിമയിലെ ബന്ധങ്ങളിലെയൊന്നും വലിയ ഇമോഷണൽ കണക്ഷനെയൊന്നും പ്രേക്ഷകർക്കു അനുഭവപ്പെടുന്നില്ല എന്നതാണ് മറ്റാരു കൗതുകം. എന്നാൽ അതിലെയൊന്നും പ്രേക്ഷകർക്കാരു പരാതിയും തേയാത്ത രീതിയിൽ ഈ ബന്ധങ്ങളെയെല്ലാം രസകരമായി കെയാർത്തിണക്കിയാണ് തിരക്കഥാകൃത്തായ ദീപു പ്രദീപും വിപിൻ ദാസും കഥ പറഞ്ഞുപോയാവുന്നത്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗമൊക്കെ പഴയ പ്രിയദർശൻ, സിദ്ദിഖ് ലാൽ ചിത്രങ്ങളെയാണ് ഓർമ്മിപ്പിച്ചത്. കല്യാണം കൂടാൻ എത്തിയത്രയും ആളുകൾ തന്നെ കല്യാണം മുടക്കാനുമെത്തിയപ്പയാൾ ചിരിയുടെ പൂരക്കാഴ്ചയായി മാറുകയായിരുന്നു ക്ലൈമാക്സ് രംഗങ്ങൾ. ഒപ്പം ചില മൂവി റഫറൻസുകളും സ്പൂഫും കൂടി ചേരുമ്പയാൾ വിഭവസമൃദ്ധമായൊരു സദ്യ കഴിച്ച് അതിനു മുകളിലേയൊരു പായസം കഴിച്ച ഫീൽ പ്രേക്ഷകർക്ക് അനുഭവപ്പെടും. ഗുരുവായൂരമ്പല നട സെറ്റിട്ടതാണെന്നു പറഞ്ഞാൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ പെയാലും ഒന്നു അമ്പരക്കും. അത്രയും ഒറിജിനാലിറ്റിയോടെയാണ് കലാസംവിധായകൻ സുനിൽകുമാർ സെറ്റൊരുക്കിയിരിക്കുന്നത്. നീരജ് രവിയുടെ ഛായാഗ്രഹണവും ജയാൻകുട്ടിയുടെ എഡിറ്റിംഗുമെല്ലാം കല്യാണമേളത്തെ കൂടുതൽ കളർഫുള്ളാക്കി മാറ്റുന്നു. ചിത്രത്തിലെ കെ ഫെയർ കല്യാണം സയങ്ങ് അല്പം മുഴിച്ചു നിൽക്കുന്നതുപോലെയാലെ അനുഭവപ്പെട്ടെങ്കിലും ബാക്കി ഗാനങ്ങളെല്ലാം ചിത്രത്തിന്റെ മൂഡുമായി ചേർന്നു പെയ്യാവുന്നുണ്ട്. അങ്കിത് മേനോനാണ് സംഗീതം ഒരുക്കിയത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനൽ സുപ്രിയ മേനോൻ, E4 എന്റർടൈൻമെന്റിന്റെ ബാനൽ മുകേഷ് ആർ. മേത്ത, സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ലയാജിക്കയ ഇമേഷൻസയ ഒന്നും ചികയാൻ നിൽക്കാതെ കൂട്ടുകാർക്കും കുടുംബത്തിനുമൊപ്പം ജയാളി മൂഡിൽ കാണാവുന്ന ഒരു ക്ലീൻ എന്റർടൈനർ ആണ് ഗുരുവായൂരമ്പല നടയിൽ. ഈ കല്യാണം ബ്ലാക്ക് ബ്ലസ്റ്റർ ആവുമെന്ന സൂചനയാണ് തിയേറ്ററിൽ ആദ്യാവസാനം ഉയർന്നുകേട്ട ചിരികൾ നൽകുന്ന സൂചന.